ഇയർബഡ്സിന്റെ ലിസ്റ്റിൽ നമ്മൾ കുറെ അധികം TWS അൺബോക്സിംഗ് റിവ്യൂ ഒക്കെ ചെയ്തിട്ടുണ്ട്. എന്നാൽ നമ്മൾ ഇന്ന് ചെക്ക്ഔട്ട് ചെയ്യാൻ പോകുന്ന AceFastന്റെ ക്രിസ്റ്റൽ T8 എന്ന ഇയർബഡ്സ് നമ്മൾ റിവ്യൂ ചെയ്തിട്ടുള്ള TWSനേക്കാൾ മോസ്റ്റ് എക്സ്പെൻസീവ് ആയിട്ടുള്ള TWS ആണ്. ഇത്രയും മോസ്റ്റ് എക്സ്പെൻസീവ് ആയിട്ടുള്ള TWSനകത്ത് എന്താണ് ഇത്രയധികം ഫീച്ചേഴ്സ് ഉള്ളത് എന്നെല്ലാം നമ്മൾ ഇന്ന് ചെക്ക്ഔട്ട് ചെയ്യാൻ പോകുന്നുണ്ട്. സോ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. ഇപ്പൊ തന്നെ മസ്റ്റ് ബി ലൈക്ക് ചെയ്തേക്കുക. സോ ഫസ്റ്റ് ആയിട്ട് ഈ ഒരു പ്രൊഡക്റ്റിന്റെ ഡെഡിക്കേറ്റഡ് അൺബോക്സിംഗ് വീഡിയോ നമ്മൾ ഷോർട്ട് ആയിട്ട് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ഞാൻ ഐ ബട്ടണിലും താഴെ ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ചെക്ക്ഔട്ട് ചെയ്യാവുന്നതാണ്. സോ ദെൻ ഇതാണ് നമ്മുടെ ഗെയിമിംഗ് TWSന്റെ ഫസ്റ്റ് ലുക്ക് എന്ന് പറയുന്നത്. വളരെ കൂൾ ആയിട്ടുള്ള ഒരു ട്രാൻസ്പെറന്റ് ഡിസൈനാണ് നമ്മുടെ ഗെയിമിംഗ് TWS പ്രൊവൈഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ അകത്തെ കമ്പോണൻസ് എല്ലാം തന്നെ നമുക്ക് ട്രാൻസ്പെറന്റ് ക്ലിയർ ആയിട്ട് കാണാൻ സാധിക്കുന്നതാണ്. ബിൽഡ് ക്വാളിറ്റി നോക്കുവാണെങ്കിൽ പ്ലാസ്റ്റിക് ആണ് കൊടുത്തിട്ടുള്ളത്. പക്ഷേ വളരെ കട്ടിയുള്ള ഹാർഡ് ആയിട്ടുള്ള പ്ലാസ്റ്റിക് ആണ് കൊടുത്തിട്ടുള്ളത്. ലൈറ്റിംഗ് നോക്കുവാണെങ്കിൽ ബ്രീത്തിങ് എഫക്റ്റോട് കൂടിയാണ് നമുക്ക് ലൈറ്റിംഗ് സിസ്റ്റം ഒക്കെ വന്നിട്ടുള്ളത്. ഫ്രണ്ടിലായിട്ട് കൊടുത്തിട്ടുള്ള LED പാനൽ യൂസ് ചെയ്ത് നമുക്ക് എത്ര പെർസെന്റേജ് ചാർജ് ഉണ്ട് എന്നുള്ള ഡീറ്റെയിൽസ് ഒക്കെ മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. സോ ഇനിയാണ് നമ്മുടെ ഈ ഒരു വീഡിയോക്കകത്തിലെ മെയിൻ ക്യാരക്ടർ ആയിട്ടുള്ള നമ്മുടെ ട്രാൻസ്പെറന്റ് ഇയർബഡ്സിലേക്ക് വരുന്നത്. കേസിലുള്ള പോലെ തന്നെ കമ്പോണൻസ് കാണാൻ പറ്റുന്ന രീതിയിലുള്ള ട്രാൻസ്പെറന്റ് ഡിസൈനാണ് ഇയർബഡ്സുകൾ വന്നിട്ടുള്ളത്. ഈ ഒരു ഇയർബഡ്സിനകത്തും പ്ലാസ്റ്റിക് ബിൽഡ് ആണ്. അതുപോലെ തന്നെ നല്ല കട്ടിയുള്ള പ്ലാസ്റ്റിക് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. സ്ക്രാച്ച് റെസിസ്റ്റന്റ് ആയിട്ടുള്ള പ്ലാസ്റ്റിക് മെറ്റീരിയൽസ് ആണ് കേസിനകത്ത് ഇയർബഡ്സിനകത്ത് യൂസ് ചെയ്തിട്ടുള്ളത്. നെക്സ്റ്റ് ആയിട്ട് ഈ ഒരു ഇയർബഡ്സിന്റെ സൗണ്ട് ക്വാളിറ്റിക്ക് വേണ്ടി 10+6 mm അതായത് ഡബിൾ കോയിൽ മൂവബിൾ ഡ്രൈവേഴ്സ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇതിന്റെ സൗണ്ട് ക്വാളിറ്റിയിലേക്ക് വരുവാണെങ്കിൽ ബേസ് ഞാൻ അത്രയധികം പറയത്തില്ല, അത്യാവശ്യം നല്ലൊരു ബേസ് കിട്ടുന്നുണ്ട്. പക്ഷേ ഇതിന്റെ വോക്കൽസ് സൗണ്ട് ക്വാളിറ്റിയാണ് എക്സ്ട്രീം ലെവലുള്ളത്. നല്ലൊരു മ്യൂസിക് ക്വാളിറ്റിയാണ് ഈ TWS സൗണ്ട് ക്വാളിറ്റി നിന്ന് ലഭിക്കുന്നത്. നിങ്ങൾ ബേസിൽ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നില്ല എങ്കിൽ, അതായത് ഒരു മിനിമം ലെവലുള്ള ബേസ് ആണ് ലഭിക്കുന്നത്, എന്നാൽ വോക്കൽസിന്റെ ക്ലാരിറ്റി ആയാലും സൗണ്ട് ക്വാളിറ്റി ആയാലും വളരെ അമേസിംഗ് ആയിട്ടാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഈ ഒരു പ്രൈസ് പോയിന്റിൽ ബേസ് മിനിമം ലെവൽ ആണെങ്കിൽ പോലും ഇതിന്റെ വോയിസ് ക്വാളിറ്റി ക്ലാരിറ്റി ഒക്കെ എക്സ്ട്രീം ലെവലായിട്ടാണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. സോ നെക്സ്റ്റ് ആയിട്ട് നമ്മൾ ചെക്ക്ഔട്ട് ചെയ്യാൻ പോകുന്ന ഇതിന്റെ ഗെയിമിംഗ് മോഡാണ്. വെബ്സൈറ്റിലും മറ്റും ഒന്നും തന്നെ ഇതിന്റെ ഗെയിമിംഗ് മോഡിനെ പറ്റി അല്ലെങ്കിൽ ലേറ്റൻസി എത്രയുണ്ടെന്ന് മെൻഷൻ ചെയ്തിട്ടില്ല. പക്ഷേ ഞാൻ ഗെയിം കളിച്ചു നോക്കിയ സമയത്ത് വളരെ അമേസിംഗ് ആയിട്ടുള്ള ഒരു ഗെയിമിംഗ് ഔട്ട്പുട്ട് ആണ് എനിക്ക് ലഭിച്ചത്. അതായത് ഒരു 30 to 35 ms ലോ ലേറ്റൻസി സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഇയർബഡ്സ് എങ്ങനെയാണോ അതുപോലെ ഒരു നല്ലൊരു ക്വാളിറ്റിയാണ് ഗെയിമിംഗ് നിന്ന് എനിക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. നല്ലൊരു സൗണ്ട് ക്വാളിറ്റിയും നല്ലൊരു 360 ഡിഗ്രി സറൗണ്ട് സൗണ്ടിങ്ങും ഒക്കെ ഗെയിമിംഗ് നിന്ന് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ നല്ലൊരു എക്സ്ട്രീം ലെവൽ പെർഫോമൻസ് ആണ് ഗെയിമിംഗ് മോഡിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത്. സോ നെക്സ്റ്റ് ആയിട്ട് ഈ ഒരു ഇയർബഡ്സിനകത്ത് ടച്ച് കൺട്രോൾ പാനൽസ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. വളരെ ഫാസ്റ്റ് ആയിട്ടുള്ളതും ആക്യുറേറ്റ് ആയിട്ടുള്ള ടച്ച് കൺട്രോൾസ് ആണ് ഇതിനകത്ത് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ടച്ച് കൺട്രോൾ യൂസ് ചെയ്തുകൊണ്ട് വോളിയം അഡ്ജസ്റ്റ് ചെയ്യാനും മ്യൂസിക് പ്ലേ അല്ലെങ്കിൽ പോസ് ചെയ്യുക, കോൾസ് ഒക്കെ അക്സെപ്റ്റ് അല്ലെങ്കിൽ റിജക്ട് ചെയ്യുക, അതുപോലെ നമുക്ക് മോഡ്സ് അതായത് ഗെയിമിംഗ് അല്ലെങ്കിൽ നോർമൽ മോഡിലേക്ക് സ്വിച്ച് ചെയ്യുക എന്നീ ഫീച്ചേഴ്സ് ഒക്കെ അവൈലബിൾ ആണ്. സോ നെക്സ്റ്റ് ആയിട്ട് നമ്മൾ ചെക്ക്ഔട്ട് ചെയ്യാൻ പോകുന്നത് ഇതിന്റെ മൈക്രോഫോൺ ആണ്. ഡുവൽ നോയ്സ് റിഡക്ഷൻ സപ്പോർട്ട് ചെയ്യുന്ന മൈക്രോഫോൺസ് ആണ് ഈ ഒരു TWSനകത്ത് പ്രൊവൈഡ് ചെയ്യുന്നത്. ഞാൻ യൂസ് ചെയ്ത സമയത്ത് എനിക്ക് അത്യാവശ്യം നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ഇതിന് പ്രൊവൈഡ് ചെയ്യുന്നത്. അത്യാവശ്യം നോയ്സ് ഉണ്ടെങ്കിൽ പോലും അത് കോൾസിനെ ഒട്ടും തന്നെ ഡിസ്റ്റർബ് ചെയ്യുന്നില്ല. സോ മൈക്ക് ക്വാളിറ്റിയിലേക്ക് വരുവാണെങ്കിൽ ഈവൻ നമുക്ക് കോൾസ് ചെയ്യുന്ന സമയത്തും ഗെയിമിംഗിലാലും നല്ലൊരു എക്സ്പീരിയൻസ് ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു TWSനകത്ത് ബ്ലൂടൂത്തിന്റെ 5.3 വെർഷൻ ആണ് കൊടുത്തിട്ടുള്ളത്. വളരെ ഫാസ്റ്റ് ആയിട്ടുള്ള കണക്ടിവിറ്റി ആണ് വന്നിട്ടുള്ളത്. ഈ ഒരു TWS ഇയർബഡ്സിനകത്ത് IPX4 സ്വെറ്റ് ആൻഡ് വാട്ടർ റെസിസ്റ്റന്റ് മാത്രമാണ് കൊടുത്തിട്ടുള്ളത്. സോ ഒരു പ്രൈസിംഗിൽ IP67 ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരുന്നു. സോ നെക്സ്റ്റ് ആണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട പാർട്ട് ആയിട്ടുള്ള ബാറ്ററി ബാക്കപ്പിന്റെ സെക്ഷൻ. വളരെ അമേസിംഗ് ആയിട്ടുള്ള ഒരു ബാറ്ററി ബാക്കപ്പ് ആണ് ഇതിൽ നിന്ന് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ഇയർബഡ്സ് സിംഗിൾ ചാർജ് ചെയ്യുവാണെങ്കിൽ അപ് ടു 7 hours പ്ലേ ബാക്ക് ടൈം ഇതിൽ നിന്ന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇനി അതല്ല നിങ്ങൾ കേസ് ഉൾപ്പെടെ ഫുൾ ആയിട്ട് നോക്കുവാണെങ്കിൽ അപ് ടു 30 hours ടോട്ടൽ പ്ലേ ബാക്ക് ടൈം ഇതിൽ നിന്ന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഗെയിമിംഗ് കളിച്ചാലും അതുപോലെ തന്നെ വൺ ഡേ ഒക്കെ നമുക്ക് ഒരു സിംഗിൾ ചാർജോടെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. വളരെ അമേസിംഗ് ആയിട്ടുള്ള ബാറ്ററി ബാക്കപ്പ് ആണ് കൊടുത്തിട്ടുള്ളത്. സോ നെക്സ്റ്റ് ആയിട്ട് നോക്കാൻ പോകുന്നത് ഈ ഒരു പ്രൊഡക്റ്റ് നമുക്ക് ഇന്ത്യയിൽ അവൈലബിൾ ആണോ എന്ന് ചോദിക്കുവാണെങ്കിൽ അവൈലബിൾ ആണ്. ആമസോണിൽ നമുക്ക് ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങിക്കാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ AceFastന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിലൂടെ നമുക്ക് പ്രൊഡക്റ്റ് ബൈ ചെയ്യാൻ പറ്റുന്നതാണ്. അതുപോലെ അപ് ടു 6 ഡിഫറെന്റ് കളേഴ്സിൽ നമുക്ക് ഈ ഒരു പ്രൊഡക്റ്റ് അവൈലബിൾ ആണ്. സോ ഇനി ഇതിന്റെ പ്രൈസ് നോക്കുവാണെങ്കിൽ 5000 to 6000 രൂപയാണ് വെബ്സൈറ്റിലും ആമസോണിലും പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. സോ ഈ പ്രൊഡക്റ്റ് നിങ്ങൾക്ക് വാങ്ങിക്കാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ ലിങ്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആ ലിങ്കിലൂടെ നിങ്ങൾ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുവാണെങ്കിൽ 20% ഡിസ്കൗണ്ട് ലഭിക്കുന്നതാണ്. ആൻഡ് ഫൈനലി ഈ ഒരു പ്രൈസ് പോയിന്റിൽ ഈ ഒരു പ്രൊഡക്റ്റ് വെർത്തിയാണോ എന്ന് ചോദിക്കുവാണെങ്കിൽ ഒരു 50-50 എന്ന് മാത്രമേ ഞാൻ പറയത്തുള്ളൂ. കാരണം ഒരു 5000 രൂപ 6000 രൂപ പ്രൈസ് പോയിന്റിൽ നമുക്ക് ഇന്നിയർ ഡിറ്റക്ഷന് അതുപോലെ ANC ഒന്നും തന്നെ ഇതിൽ നിന്ന് അവൈലബിൾ അല്ല. പക്ഷേ അതിന്റെ സൗണ്ട് ക്വാളിറ്റിയും അതിന്റെ ബിൽഡ് ക്വാളിറ്റിയും ഒരു ഡിഫറെന്റ് ലൈക്ക് ഓഫ് ഡിസൈനിലാണ് ഇത് വന്നിട്ടുള്ളത്. അതൊക്കെ വെച്ച് നോക്കുന്ന സമയത്ത് ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങിക്കാൻ പറ്റുന്നതാണ്. സോ നിങ്ങൾ ഡിഫറെന്റ് ആയിട്ട് തിങ്ക് ചെയ്യുന്ന ആളാണെങ്കിൽ അതല്ലെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യം യൂണീക്ക് ആയിട്ടുള്ള TWS ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നല്ലൊരു ഇയർബഡ്സും നല്ലൊരു സൗണ്ട് ക്വാളിറ്റി ഇതിൽ നിന്ന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഫൈനലി ഇതൊക്കെയാണ് നമ്മുടെ AceFast ക്രിസ്റ്റൽ T8ന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള റിവ്യൂ എന്ന് പറയുന്നത്. ഹോപ്പ്ഫുള്ളി നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ ഇതിലും മികച്ച ടെക് വീഡിയോസ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.